എന്റെ വീട്ടിൽ വന്ന് മേടിച്ചോണ്ട് പോയതാണ്. കരഞ്ഞ് വിളിച്ച് മേടിച്ചോണ്ട് പോയ പൈസയാണ് ഒരിത്തി അടയ്ക്കായി ബാങ്ക് നനടുത്ത് കൊടുത്ത. പിന്നെ ഇതുവരെയ്ക്കും ആ കാശ് തന്നിട്ടില്ല. ഇപ്പൊ പണം തിരികെ കിട്ടാത്തത് പരാതി കൊടുക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാതി പറയുമ്പോ അവരെന്തെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ വന്നതാണ്. സെക്രട്ടേറിയറ്റിലെ വനിതാ പോലീസുകാർ 5-6 പേർ അടിച്ചതിൽ വച്ച് ഈ പറയുന്നത് പോലെ മുതുകത്ത് കുത്തുണ്ട്, അതുപോലെ തന്നെ കയ്യില് ആക്രമിച്ചതിനായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വരുന്ന വരവിന് ഈ നിൽക്കുന്ന ഈ കൂടെ കൊണ്ടുവരുന്നവര് കണ്ണിറുക്കിയിട്ട് പറഞ്ഞു അവരെ അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു. അവരൊക്കെ ഈ മുഖ്യമന്ത്രി അടുക്ക സംസാരിക്കാനുള്ള ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞു. അതിനെ ഞാൻ പറഞ്ഞു നിങ്ങളെന്റെ ശരീരത്തെ തൊടലേന്ന് പറഞ്ഞിട്ട് അവര് കേട്ടില്ല. അവരെന്റെ തല പിടിച്ചടിച്ചു. അവര് അവിടെ അങ്ങോട്ട് പോയിട്ട് എന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ഇങ്ങനെ ആക്കി. എനിക്ക് അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ലാതെ ഇരിക്കുന്ന ഞാനാണ്, നിങ്ങൾ എന്നെ തിരിച്ചെന്നെ പോവാൻ സമ്മതിക്കുമോ? അപ്പൊ പറഞ്ഞു ഇല്ലടി ഞാൻ സെല്ലി കയറ്റുമെന്ന്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി സംഭവം ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ ശരീരം മുഖ്യമന്ത്രി കാണണം. എന്റെ ശരീരം മുഖ്യമന്ത്രി കാണണമെങ്കിലേ മുഖ്യമന്ത്രിക്ക് അറിയാൻ പറ്റൂ. എന്റെ എവിടെ പോയി എവിടെ അതിന്റെ മര്യാദയിൽ ചെന്ന് ഇടിച്ച്. നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശനും സർക്കാരും ആരെ സംരക്ഷിക്കാനാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു സംശയം വരികയാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വൃദ്ധ മുഖ്യമന്ത്രിയെ കാണാനെത്തിയപ്പോൾ ആ പോലീസ് സേനകൾ ഈ വൃദ്ധയെ ഉപദ്രവിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ ആ കാര്യങ്ങൾ പാടെ നുണയാണ് എന്നത് ഇപ്പോൾ ആ മർദ്ദനമേറ്റ ശാരദ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും സംഘവും ആരെ രക്ഷിക്കാനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ പുറത്തു വന്ന വാർത്തയാണ് ഇത്. അതായത് ഹോം സ്റ്റേയുടെ മറവിൽ പെൺവാണിഭം നടത്തിയിട്ടുള്ള 8 പേർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ആ സംഘത്തിലുള്ള യുവതിയാണ് ഇത്. ഈ യുവതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിനാണ് ഈ വൃദ്ധ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തുന്നത്. അതായത് ഇത് ഈ ശാരദയുടെ അയൽവാസിയാണ്. ആ അയൽവാസിക്ക് പണം കടം കൊടുത്തിരുന്നു. 2.5 ലക്ഷത്തോളം രൂപ കടം കൊടുത്തതിന്റെ ഭാഗമായിട്ട് സംസാരമാകുന്നു. ആ പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിയും ദുർമന്ത്രവാദവും ഒക്കെ കാണിച്ച് പേടിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴാണ് അവസാനം ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏക പ്രതീക്ഷ എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് മുൻപിലെത്തുന്നത്. 10 വർഷം നീണ്ട പിണറായി സർക്കാരിന്റെ ദുർഭരണവും അദ്ദേഹത്തിന്റെ തെറ്റായ രീതികളും മാറ്റിക്കുറിച്ചായിരിക്കും UDF സർക്കാർ നിലകൊള്ളുക എന്നതൊക്കെ പറഞ്ഞു. നമുക്കറിയാം അവിടെയുള്ള സമരഗേറ്റ്, ആ സമരഗേറ്റ് തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട കാഴ്ചകൾ. പക്ഷേ ആ തുറന്ന ഗേറ്റിലൂടെ ഒരു സാധാരണക്കാരനും അകത്ത് കയറി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും ശാരദയെ അത്തരത്തിൽ പോലീസുകാർ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും നമുക്ക് മുന്നിലേക്ക് വീണ്ടും ശാരദ എത്തുകയാണ്. കാരണം മുഖ്യമന്ത്രി അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു തീർക്കുകയാണ് എന്നുള്ളതാണ് ശാരദ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും എന്താണെന്ന് സംഭവിച്ചത്, എന്താണ് ഇപ്പോൾ ശാരദയുടെ നിലപാട്, അതൊക്കെയാണ് അറിയേണ്ടുന്നത്. അമ്മ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ അമ്മയെ പോലീസുകാർ ഉപദ്രവിക്കുകയോ അമ്മയുടെ ആധാർ കാർഡ് കീറിക്കളയുകയോ അതുപോലെ തന്നെ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചിടുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ചെയ്ത് എന്നെ ഞാൻ കയറി അതിൽ വിളിച്ചാറ് ചെല്ലാത്തത് കൊണ്ട് എന്റെ കാല് പൊക്കിയാണ് വണ്ടിയിലെടുത്തിട്ടത്. എന്റെ കഴുത്തും എന്റെ വെറുതി എല്ലാം ചെന്ന് അവിടെ ഇടിച്ച് എനിക്ക് മുറിവും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഞങ്ങളെ അങ്ങ് പോയി ആശുപത്രിയിൽ പോയി കിടന്നത്. എവിടെ ഈ അന്ന് ആശുപത്രിയിൽ പോയതിന്റെ തെളിവ് എവിടെ ഉണ്ട്? തെളിവ് എന്റെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ശാരദ ആദ്യം എത്തിയ ദിവസമാണിത്, 10/7/2026. ഇതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് കാണാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിന് ശേഷമാണ് ശാരദ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത്. അന്ന് വന്ന പാസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 20/7/2026 ശാരദ സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്തേക്ക് വരുന്നു. പക്ഷെ അന്നാണ് ഈ പറയുന്നത് പോലെ ആക്രമണങ്ങൾ ഉണ്ടായത്. പോലീസുകാർ പറയുന്നത് അങ്ങനെ ഒരു ആക്രമണം സംഭവിച്ചിട്ടില്ല, മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ ഒരു ആക്രമണം സംഭവിച്ചിട്ടില്ല എന്നും. എന്നാൽ ശാരദയെ ഉപദ്രവിച്ചതിന്റെ ഭാഗമായി അതിനുശേഷം ആശുപത്രിയിൽ പോയതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ ഡേറ്റ് നോക്കുക, 22/7/2026. 20-ാം തീയതി ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുന്നു. 22-ാം തീയതി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ വർക്കലയിൽ ശാരദ പോയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണിത്. ഇതില് പ്രധാനമായിട്ടും പറയുന്നത്
സെക്രട്ടേറിയറ്റിലെ വനിതാ പോലീസുകാർ 5-6 പേർ അടിച്ചതിൽ വച്ച് ഈ പറയുന്നത് പോലെ മുതുകത്ത് കുത്തുണ്ട്, അതുപോലെ തന്നെ കയ്യില് ആക്രമിച്ചതിനായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ മെഡിക്കൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നുള്ള രേഖകളാണ്. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ അടക്കം കള്ളമാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് നമ്മൾ ഈ കാണുന്നത്. അമ്മ, ഇത്തരത്തിൽ തെളിവുകൾ അടക്കം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നു. ശരിക്കും എന്താണ് അമ്മയ്ക്ക് ഇപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത്? ശരിക്കും ഈ സംഭവം നടന്നതാണ്. എന്നെ ആ സെല്ലിന്ന് വിളിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയപ്പോ തന്നെ അവിടെ വീണിട്ടാണ് അപ്പുറത്ത് അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി ഇരുത്തിയിട്ടാണ് എന്നെ ചീണ്ടലും തുട്ടലും ഒക്കെ ചെയ്തിട്ടാണ് ഇവര് പിന്നെ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയത്. മുഖ്യമന്ത്രി പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് ഞങ്ങൾ സൂക്ഷിച്ചോളാൻ പറഞ്ഞ് അതുകൊണ്ട് മാരി കയറി സംസാരിക്കാം എന്നും പറഞ്ഞാണ് അവര് പറഞ്ഞിട്ട് പിന്നെ എന്നെ നുള്ളയും അടിക്കുകയും കളിയും മരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഞങ്ങൾക്ക് തന്ന കൊട്ടേഷൻ ഞങ്ങൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അമ്മ, കുറെ വർഷങ്ങൾക്ക് മുന്നെയാണ് അയൽവാസിക്ക് ഇങ്ങനെ പണം കടം കൊടുക്കുന്നത്. എന്താവശ്യത്തിനായിരുന്നു പണം കടം കൊടുത്തത്? കല്യാണത്തിന്. ഷാജമ്മാവിന്റെ അവളെ ഭർത്താവിന്റെ ഷാജമ്മാവിന്റെ ചേടാറിയുടെ കല്യാണത്തിന് വേണ്ടി കൊടുത്ത് ആഡിറ്റോറിയം അടയ്ക്കാനെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എവിടുന്ന് ഇത്രയും തുക കിട്ടി? ഞാൻ ഡ്രസ് കൊടുക്കാനൊക്കെ പോവായിരുന്നു. എല്ലാ ജോലിക്കും ഞാൻ പോകും. ഞാൻ ചുമക്കാനും എല്ലാത്തിനും പോവായിരുന്നു. അങ്ങനെ സമ്പാദിച്ച പണമാണ് കടമായിട്ട് കൊടുക്കുന്നത്. കടമായിട്ട് കൊടുത്തത്. പിന്നെ എപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്? പ്രശ്നം തരാതെ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു എന്റെ പൈസ തരണോന്ന് പറഞ്ഞപ്പോ അവള് 2 ദിവസം പറഞ്ഞതേ ഉള്ളു. പിന്നെ തന്നില്ല. എനിക്ക് വീട് വൃത്തിയൊന്നും ആക്കിയിട്ടില്ല, അതുകൊണ്ട് തരാതെ ഇരുന്നപ്പോ ഞാൻ ചോദിക്കും, അവളെന്നെ ഭീഷണി പറയും. ഭീഷണിക്ക് പിന്നെ ദിവസവും എന്റെ വീട്ടിൽ പാതിരാത്രി വരും. ഇങ്ങനെ ഇന്നലെയും വരുന്നുണ്ട്. അന്നപ്പം എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പൈസ തന്നേ വെക്കൂ. പിന്നെയാണ് ഞാൻ ഈ ചെക്ക് എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയത്. ചെക്ക് അവിടെ കൊണ്ടുവന്നാറാണ് അവളെ ചെക്കല്ലെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ. അതിൽ സ്വന്തിച്ച് അവളെന്നെ ചീത്ത വിളിക്കുകയും അടിക്കാനും വരെയൊക്കെയും ചെയ്ത് രാത്രി വന്ന് വിളിച്ചിറക്കി എന്നെ ആട്ടയും പിന്നെ അവളെ മോളും ആട്ടക്കാരനും ആട്ടയും കൂടെ കൊണ്ടുവന്ന് എന്നെ വിളിച്ചിറക്കിയപ്പോ ഞാൻ ഇറങ്ങി ചോദിച്ചു എന്തടി എന്ന് ചോദിച്ചപ്പോ ഇറങ്ങി വാടി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു. എന്റെ മൂത്തമ്മയുടെ മോളും അവിടെ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ അവര് മരിച്ചുപോയി. അല്ലാതെ ഞാൻ ഒന്നിനും നടന്നോലെ എന്റെ വീട്ടിൽ വന്ന് മേടിച്ചോണ്ട് പോയതാണ്. കരഞ്ഞ് വിളിച്ച് മേടിച്ചോണ്ട് പോയ പൈസയാണ് ഒരു ആഡിറ്റോറിയത്തിൽ അടയ്ക്കായി. കല്യാണ ആവശ്യത്തിനെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുത്തത്. ഞാൻ കൊണ്ടുവരുന്ന വീട്ടിൽ കൊണ്ടുവയ്ക്കൂല, ഞാൻ ബാങ്കിൽ കൊണ്ടിട്ടേക്കും. ബാങ്കിൽ നിന്നാണ് എടുത്ത് കൊടുത്തത്. പിന്നെ ഇതുവരെയ്ക്കും ആ കാശ് തന്നിട്ടില്ല. ഇപ്പൊ പണം തിരികെ കിട്ടാത്തത് പരാതി കൊടുക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാതി പറയുമ്പോ അവരെന്തെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ വന്നതാണ്. ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ തന്നില്ലെന്ന് പറയില്ല, എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളെ കൊച്ചിന് ഒരു ഹാർട്ടിന്റെ കോള് വീണതിന് ഞാൻ വന്ന് പറഞ്ഞപ്പോ അതിനും തന്നു കാശ്. അത് പോട്ടെ. അപ്പൊ ഇവിടെ എത്തിയതിനു ശേഷം എന്താ സംഭവിച്ചത്? അന്ന് എത്തിയതിന് ശേഷം ഞാൻ പിന്നീടാണ് വന്നിട്ട് ഞാൻ കാലത്തെ അവിടെ ഇരിക്കുന്നു. പാസ് 3:30 തരുമെന്ന് പറഞ്ഞ് ഞാൻ PMB താഴെ എനിക്ക് പോകണമായിരുന്നു. അവിടെ ഞാൻ വന്നിട്ട് അവിടെ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു ചോറ് തിന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇന്ന് ചോറ് തിന്നാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവസാനമാണ് എനിക്ക് പാസ് തന്നത് വരാം. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അവിടെ ചെന്നപ്പോ എന്നെ കയറ്റി വിടാതെ ഇരുന്ന് കസേര ഇല്ലെന്ന് പറഞ്ഞു. നമ്മളവിടെ 3 പേര് നിന്നപ്പോ ഒരു കസേര ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കയറി ഇരുന്നപ്പോ മുഖ്യമന്ത്രി വരുന്ന വരവിന് ഈ കൂടെ കൊണ്ടുവരുന്നവര് കണ്ണിറുക്കിയിട്ട് പറഞ്ഞു അവരെ അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു. അവരൊക്കെ ഈ മുഖ്യമന്ത്രി അടുക്ക സംസാരിക്കാനുള്ള ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണെന്ന്. അപ്പൊ തന്നെ ഞാനങ്ങ് ഭയന്ന് അവിടെ നിൽക്കുകയാണ്. എന്നെ ഉടനെ എന്നെ കാലി തൂക്കി എന്നെ ഇവിടെ വലിച്ചണ്ട് വന്നപ്പോ തന്നെ ഞാൻ വീണിട്ട് അവിടെ കയറി ഇരുന്നിട്ടും വിളിച്ചോണ്ട് പോയി എന്റെ കാല് പൊക്കി അവരെ വണ്ടിയിലെടുത്തിട്ട് അപ്പൊ എന്റെ ഹൃദയം പൊട്ടി. എന്റെ ഇടയെല്ലാം ചെന്ന് ഇടിച്ച് ഞാൻ ബ്ലോക്കൊക്കെ മാറ്റിയിരിക്കുന്നതാണ്. 7 ബ്ലോക്ക് ഉണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിലാണ് ബ്ലോക്ക് മാറ്റിയിരിക്കുന്നത്. പിന്നെ അത് ശരീരം ഒന്നും അനങ്ങരുത്, പൊക്കത്തിൽ കയറരുത്, പിന്നെ മേല് പടി കയറരുത് എന്നൊക്കെ പറഞ്ഞാണ് ഡോക്ടർ വിട്ടത്. ഇപ്പൊ ഇനി 4 ബ്ലോക്ക് കൂടെ കിടക്കുന്നു. അതിനെ ഞാൻ പറഞ്ഞു നിങ്ങളെന്റെ ശരീരത്തെ തൊടലേ എന്ന് പറഞ്ഞിട്ട് അവര് കേട്ടില്ല. അവരെന്റെ തല പിടിച്ചടിച്ച് അവര് അവിടെ അങ്ങോട്ട് പോയിട്ട് അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ഇങ്ങനെ ആക്കി
എനിക്ക് അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ലാതെ ഇരിക്കുന്ന ഞാനാണ്, നിങ്ങൾ എന്നെ തിരിച്ചെന്നെ പോവാൻ സമ്മതിക്കുമോ? അപ്പൊ പറഞ്ഞു ഇല്ലടി ഞാൻ സെല്ലി കയറ്റുമെന്ന്. സെല്ലി കയറ്റി. ഞാൻ ചോദിച്ചത് നിങ്ങളെ വക വല്ലതും കട്ടോ മോട്ടിച്ചോ അതാ വേറെ വല്ലരെയും വല്ലതും പറഞ്ഞോ? എടുത്തില്ലല്ലേ. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടേ പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ല ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഇതിനാണ് ഈ കുരുതയായി ചെയ്തത്. ഇപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി സമ്മതമില്ലെന്ന് പറഞ്ഞാൽ എന്റെ ശരീരം മുഖ്യമന്ത്രി കാണണം. എന്റെ ശരീരം മുഖ്യമന്ത്രി കാണണമെങ്കിലേ മുഖ്യമന്ത്രിക്ക് അറിയാൻ പറ്റൂ. എന്റെ എവിടെ പോയി എവിടെ അതിന്റെ മര്യാദയിൽ ചെന്ന് ഇടിച്ച് പൊട്ടി. ഞാൻ അറിഞ്ഞില്ലായിരുന്നത്, നീച്ചലിട്ടായിരുന്നു. അത് വീട്ടിൽ ഇപ്പൊ കൊണ്ട് ഇന്നലെയാണ് ഞാനത് കാണുന്നത് തന്നെ. ഞാൻ അലമാരയുടെ കണ്ണാടിയും കൂടെ നോക്കി അപ്പൊ കണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിന് നീതി കിട്ടുമോ? എന്റെ ആധാർ ഞാൻ ലിങ്ക് ചെയ്ത് ആധാർ അവരെടുത്ത് അവര് എന്റെ കണ്ണട അടിച്ചു പൊട്ടിച്ച്. ആധാർ എവിടെ ഇപ്പൊ? ആധാർ എന്റെ ഇല്ല. ഞാൻ ഇന്നലെ ആശുപത്രിയിൽ ചെന്നപ്പോ കാർട്ടിന്റെ മരുന്ന് കടിക്കാൻ ചെന്നപ്പോ ആധാർ ചോദിച്ചു. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അവിടെയാണ് ആധാർ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇനി തന്നില്ല, അവര് വലിച്ചു കീറ എന്താ ചെയ്ത് കരൂലടി എന്ന് പറഞ്ഞു. ഈ 5 പെണ്ണുങ്ങളും കൂടെ എന്നെ ഇനി തടത്താൻ മേലെ ഒന്നും ഇല്ല. പോലീസുകാരാണോ? 5 പോലീസുകാർ, വനിതകള് 3 പോലീസുകാരന്മാര്. അവരാണ് ഇവരൊക്കെ പിടിച്ച് ബലമായി കൊടുത്തത്. അതായത് ഒരാളെ ഒരു അയൽവാസിയെ സഹായിച്ചതിന്റെ പേരിലാണ് ഇന്നിപ്പോൾ ഈ ശാരദ എന്ന് പറയുന്ന വൃദ്ധ തീ തിന്നുന്നത് എന്ന് പറയണം. ഹൃദ്രോഗിയാണ്, പലതവണ ചികിത്സ നേടിയിട്ടുള്ള, ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ഒരാളാണ്. അവർക്കെതിരെയാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള ആരോപണം ഇവർ തന്നെ നേരിട്ടെത്തി രംഗത്ത് വന്ന് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിന് അന്വേഷണത്തിനെങ്കിലും ഉത്തരവിടുക എന്നുള്ള കാര്യമായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കാതെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയായിരുന്നു ഈ ഒരു കേസിൽ ഇപ്പോൾ സംഭവിച്ചത്. പക്ഷേ ശാരദ പറയുന്നത് പ്രകാരം അവരുടെ ഈ രാജ്യത്തിന്റെ പൗരത്വം എന്ന് പറയുന്ന ഐഡന്റിറ്റി ആയിട്ടുള്ള ആധാർ കാർഡ് പോലും ഇപ്പോൾ ശാരദയുടെ കൈവശമില്ല. അന്ന് മുഖ്യമന്ത്രിയെ കാണാൻ സെക്രട്ടേറിയറ്റിൽ എത്തിയ സമയത്ത് പിടിച്ചു വെച്ച ആധാർ കാർഡ് ഇപ്പോഴും പോലീസിന്റെ കൈവശമാണ് എന്നാണ് ശാരദ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഇത്തരത്തിൽ പോലീസിന്റെ അതിക്രമങ്ങളൊക്കെ സംഭവിച്ച ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ പിറ്റേന്ന് രാവിലെ തന്നെ ശാരദയെ തേടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിരുന്നു. കുറച്ച് പൈസയും കൊണ്ടാണ് എന്റെ വീട്ടിലൊരു 2 പേര് വന്നത്. അവര് പിന്നെ വനതായിട്ട് വന്നത് ചുരുവാറിട്ടാണ് വന്നത്. വന്ന് വെളുത്തില്ല, നേരം വെളുക്കുന്ന മുമ്പ് വന്നതാണ്. വന്നപ്പോ ഞാൻ അവിടെ ഇരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയാറെ ഞാൻ കിടന്നതേ ഇല്ല. ഞാൻ അവിടെ ഇരുന്ന് കളിപ്പിക്കുകയാണ് ചെയ്തത്. എനിക്ക് വയ്യായിരുന്നു. അതായത് ഒരുപാട് ആരോപണങ്ങൾ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഒന്ന്, ആധാർ കാർഡ് നശിപ്പിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു പരാതിയുമായിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ആ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള അവരെ കുറിച്ച് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് മാത്രം നിലപാടെടുക്കുന്ന സർക്കാർ എന്നുള്ളതാണ് രണ്ടാമത്തെ ആരോപണം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് പോലീസുകാർ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം നമ്മൾ വിശ്വാസത്തോടെ കയറി ചെല്ലേണ്ടുന്ന ഇടമാണ് പോലീസ് സ്റ്റേഷൻ. അവിടെ ഇത്തരത്തിൽ ഓരോ വിഭാഗക്കാരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓരോ വിഭാഗക്കാരെ സംരക്ഷിക്കുന്ന തരത്തിൽ നടപടി ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒരു പ്രശ്നം വന്നാൽ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. നാലാമത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പോലും പറയുന്ന സമയത്ത് സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പോലീസുകാർ ഈ ശാരദയുടെ വീട്ടിൽ ചെന്ന് പണം കൊടുത്ത് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമാണ്. എന്തായാലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങളും പോലീസിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഇനിയെങ്കിലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇവിടുത്തെ സർക്കാർ നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ.